കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലമറ്റം ഗവൺമെന്റ് LP സ്കൂൾ നവീകരിച്ചു. മനോഹരമായ കവാടവും ടൈൽ വിരിച്ച മുറ്റവും ചിത്രങ്ങൾ വരച്ചും മറ്റും മനോഹരമാക്കിയ ക്ലാസ് മുറി ചുവരുകളുമാണ് കുട്ടികൾക്കായി മിഴി തുറക്കുന്നത്. നവീകരിച്ച സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കീരമ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലമറ്റം ഗവൺമെന്റ് LP സ്കൂൾ നവീകരിച്ചത്. നവീകരിച്ച സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. പശ്ചാത്തല സംവിധാനങ്ങൾ തീരെയില്ലാതെ പാറയും ചെളിക്കുണ്ടും നിറഞ്ഞിരുന്ന ഈ പ്രദേശത്തെ ഏക സ്കൂളാണ് ഇന്ന് ടൈൽ വിരിച്ച മുറ്റം, പ്രവേശന കവാടം, മനോഹരമായ സ്കൂൾ ഗ്രൗണ്ട്, ടൈൽ വിരിച്ചും ചിത്രങ്ങൾ വരച്ചും മനോഹരമാക്കിയ കെട്ടിടങ്ങളുമായി തലയുയർത്തി നിൽക്കുന്നത്. കുട്ടികളും നാട്ടുകാരും രക്ഷിതാക്കളും ഏറെ ആഹ്ലാദത്തോടെയാണ് സ്കൂളിനെ ഏറ്റെടുത്തത്. ചടങ്ങുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ഡാനി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേത്തറ, ജെയിംസ് കൊറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിനി ബിജു, മഞ്ജു സാബു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ VC ചാക്കോ, ഹെഡ്മിസ്ട്രസ് മഞ്ജുള ദേവി EK, നേതാക്കളായ രാജു എബ്രഹാം, MS ശശി, AK കൊച്ചുകുറു, VJ മത്തായി കുഞ്ഞ്, ജെസിമോൾ ജോസ്, PTA പ്രസിഡന്റ് സൗമ്യ ജോമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കളിസ്ഥലങ്ങളില്ലാത്ത മുഴുവൻ ഇടങ്ങളിലും കളിസ്ഥലങ്ങൾ നിർമ്മിക്കാനും സ്കൂളുകളുടെ ശോചനീയമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനും ബ്ലോക്ക് പഞ്ചായത്ത് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. വരും നാളുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിൽ തന്നെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.